ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് ഹുണ്ടായി ആയിട്ടാണ് കേട്ടോ, ഗ്രാൻഡ് ആയിട്ടാണ്. എ സിക്ക് കൂളിംഗ് ഇല്ല. എ സിക്ക് കൂളിംഗ് ഇല്ലാന്ന് നമ്മളെ ഡാഷ്ബോർഡൊക്കെ കഴിച്ച് ഈ വാബറ്ററൊക്കെ മാറിയാണ് കേട്ടോ. അവിടെ ലീക്ക് ഉണ്ടായിരുന്നു. ഇതാണ് അത് നല്ലപോലെ ലീക്ക് ഉണ്ടായിരുന്നു. ഇത് മാറി പ്രഷർ ഇട്ട് ഒരു ഏകദേശം ഒരു 2-3 മണിക്കൂർ പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഭാഗത്ത് എയർ ലീക്കാണ് സൗണ്ടിന് കേട്ടോ. പെട്ടെന്നാണ് സൗണ്ട് കേട്ടത്. അതുവരെ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ നോക്കിയപ്പോൾ സമയത്ത് അതിൻ്റെ പൈപ്പിൻ്റെ അവിടെ നിന്ന് ലീക്കായി പോയിട്ടുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ കൂടെ എയർ നല്ലപോലെ ലീക്കായി പോകുന്നുണ്ട്. അപ്പം ഇനി ബമ്പറും കാര്യങ്ങളൊക്കെ അയക്കണം. ആ പൈപ്പ് അയച്ചെടുക്കാൻ ഒരൊറ്റ പൈപ്പാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏത് പൈപ്പാണ് ലീക്കാകുന്നത്. ഉണ്ടായിട്ട് i20 വരുന്നത് ഒരൊറ്റ പൈപ്പാണ്. സക്ഷനും ഹൈ പ്രഷറും വരുന്നതൊക്കെ ഒറ്റ പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കേട്ട് പുതിയത് മാറ്റാൻ വേണ്ടി റേറ്റ് ചോദിച്ച സമയത്ത് ഏകദേശം 7,500 റേറ്റ് വരുന്നുണ്ടോ. അതിന് ബമ്പർ അയക്കണം. ബമ്പറിൻ്റെ സൈഡിൽ സ്ക്രൂ ഉണ്ടായിരിക്കും. ഇവിടെ കുറേ മുകളിൽ ക്ലിപ്പും കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് ഈ സൈഡിൽ സ്ക്രൂ ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്ത് ചിലതിന് ക്ലിപ്പ് വരാറുണ്ട്, ചിലപ്പോൾ ഇടാറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് ക്ലിപ്പും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ബമ്പറിന് അയച്ചെടുക്കാം കേട്ടോ. ബമ്പർ അയച്ചെടുക്കണം. എല്ലാ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ബമ്പർ പുറത്തേക്ക് എടുക്കുക. ഫോഗ് ലാമ്പിൻ്റെ വയറിങ് ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് വിടിച്ചിടുക കേട്ടോ. രണ്ട് ഫോഗ് ലാമ്പിൻ്റെ വയറൊന്നും പിടിച്ചിട്ട് ഞാൻ നമുക്ക് ബമ്പർ മാറ്റിയേക്കാം. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം പൈപ്പിൻ്റെ ലീക്ക്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ റേഡിയേറ്റർ കണ്ടൻസർ ഒക്കെ ഇരിക്കുന്ന ഒരു സബ് ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിം പൊട്ടിയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയി തട്ടിയിട്ടുണ്ട്. ആ തട്ടലിൽ പൈപ്പിലേക്ക് തട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഭാഗം പൊട്ടിയിട്ടുണ്ടോ, ഇത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരു ബോട്ടിൽ ഇതിൻ്റെ ഒരു ബോട്ടിൽ പോയി തട്ടിയിട്ട് പൈപ്പിൽ ഹോൾ വന്നിട്ടുണ്ട്. അതങ്ങനെ ഹോളായിട്ട് പ്രഷർ കയറ്റിയ സമയത്ത് പെട്ടെന്ന് ലീക്ക് ആയതുണ്ടോ. നനവ് വേണ്ട പൈപ്പിൻ്റെ അവിടെ. ഈ ഭാഗത്ത് ചെറിയ ഹോളുണ്ട്. ഞാൻ പൈപ്പ് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ല, ഈ ഭാഗത്തൂടെ പെട്ടെന്ന് പ്രഷർ റിലീസായി പോയതാണ്. ഓൾറെഡി ആദ്യം ഉണ്ട്. കൂളിംഗ് ഓയിൽ ലീക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ ലീക്കായില്ല. അപ്പോൾ കൂളിംഗ് ഓയിൽ മാറ്റി അതൊക്കെ ഓക്കെ ആക്കി പ്രഷർ ഇട്ടപ്പോൾ ആ ഭാഗത്ത് ലീക്കായി. അപ്പോൾ തന്നെ ഇനി ഇത് ഇവിടുന്ന് പൈപ്പും കാര്യങ്ങളും അത് ഒറ്റ പൈപ്പ് കേട്ടോ. പൈപ്പ് അയക്കണമെന്നുണ്ടെങ്കിൽ എൻജിൻ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ അയക്കണം. പിന്നെ കൂളിംഗ് ഓയിൽ അവിടുന്ന് ആ പൈപ്പ് അയച്ചെടുക്കണം. കുറച്ച് പരിപാടി ഉണ്ട്. അത് എൻജിൻ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ എൻജിൻ മൗണ്ടിങ് അയക്കാൻ പോവാണ്. ഇവിടെ 3 ബോൾട്ട് ഉണ്ടായിരിക്കും. ഇതാണ് പൈപ്പ് വരുന്നത്. പിന്നെ ഇവിടെ 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ അവിടെ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ബാക്കിൽ ഒരു 10ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ അതാ ഇവിടുന്ന് കണ്ടൻസർ അഴിക്കണം. എ സിൻ്റെ മുകളിൽ 2 പൈപ്പ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പോരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അയക്കണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അയച്ചിട്ട് നേരെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇനി മൗണ്ടിങ് അയക്കാൻ പോകാം. ആദ്യം മൗണ്ടിങ് അയച്ചെടുക്കാം കേട്ടോ. ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അടിയിൽ ജാക്കി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മൗണ്ടിങ് കൊണ്ട് അയക്കണം. മൗണ്ടിങ്ങിൻ്റെ ആദ്യം മൗണ്ടിങ്ങിൻ്റെ ബ്രാക്കറ്റ് വെച്ചു. ഇനി മൗണ്ടിങ് അയച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് വരുന്നത്. അത് ഊരി കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് അതിൻ്റെ മുകളിൽ കൂടെ എടുക്കാൻ പറ്റുള്ളൂ. മൂന്ന് ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ബോൾട്ടുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, മൗണ്ടിങ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവിടെ പൈപ്പ് അതിൻ്റെ അടിയിൽ കൂടെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ഇനി പൈപ്പിൻ്റെ ബോട്ടും കാര്യങ്ങളും അഴിക്കാം. ഒരു എർത്ത് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ എർത്തൊന്ന് മാറ്റി കൊടുക്കുക. പൈപ്പിൻ്റെ സൈഡിലെ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ കൂളിംഗ് ഓയിലിൻ്റെ അവിടേക്കില്ല എക്സ്പാൻഷൻ വാൽവിൻ്റെ അവിടെ എല്ലാം ബോൾട്ടും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഈ പൈപ്പ് പുറത്തേക്ക് എടുക്കണം കേട്ടോ. കംപ്രസറിൻ്റെ അവിടെ അയച്ചിട്ടുണ്ട്. ഒരിത്തിരി ചടങ്ങായിരിക്കും. ചെറിയ ചടങ്ങ്, വലിയ ഇതൊന്നുമില്ല, ചെറിയത്. ആ ഒരു പൈപ്പ് അവിടെ കൂടെ ബെൻഡും കാര്യങ്ങളായതുകൊണ്ട് പൊക്കിയെടുക്കാൻ ചെറിയൊരു ഇതുണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കംപ്രസറിൻ്റെ അവിടെ നിന്ന് ഏകദേശം പോകുന്നുണ്ട്. അതവിടെ ബെൻഡായി കിടക്കണം. ആ പൈപ്പിനെ ബെൻഡായി കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് എടുക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും.
ഓക്കെ, കംപ്രസർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനി ഇതാ ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാം. സാധാ നമ്മളെ ഇതിൻ്റെ ഒക്കെ വണ്ടിയൊക്കെ ആകുമ്പം സെക്ഷനും ഹൈ പ്രഷറൊക്കെ വേറെ വേറെ ചെറിയ ചെറിയ പീസുകളാണ്. ഇത് പക്ഷേ ഒറ്റ പീസാണ്. ഇതിലാണ് ഹൈ പ്രഷർ വരുന്നത്, സെക്ഷൻ വരുന്നത്, എല്ലാം ഒറ്റ പീസാണ്. ഇതാണോ ഹോൾ ഉണ്ടോ, ഈ ഭാഗത്ത് കൂടെയാണ് ലീക്ക് ആയിട്ടുള്ളത്. പിന്നെ റേറ്റ് ഏകദേശം ചോദിച്ചപ്പോൾ ഒറിജിനൽ 7,500 പറഞ്ഞിട്ടോ. കസ്റ്റമർ കേട്ടപ്പോൾ തന്നെ ഞെട്ടീനു. അപ്പം ഇനിയിപ്പോൾ കസ്റ്റമർ ഒന്ന് ചെയ്യാനുള്ളത് ഇത് ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പുതിയത് മാറ്റില്ല. ഇത് നല്ല റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ക്രിമ്പ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയത് മാറ്റാം കേട്ടോ. അപ്പോൾ കസ്റ്റമർക്ക് അത്ര എമൗണ്ട് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ക്രിമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുതിയതിന് നല്ല റേറ്റാണ്. അപ്പം അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ലോ കോസ്റ്റിലാണ് കേട്ടോ ഇപ്പോൾ ഈ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക.